Hi guys! ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓയിൽ പ്രിപ്പറേഷൻ ആണ് ട്ടോ. നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കലാണ്. വളരെ ഈസിയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വെറും രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ബോട്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ അത് ഞാൻ സെയിൽ ആക്കുന്ന ഓയിലാണ് ട്ടോ. നമ്മളിത് ക്യാരറ്റ് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഓയിൽ തന്നെയാണ്. ക്യാരറ്റ് മാത്രമല്ല വേറെയും 2-3 കാര്യങ്ങളോട് നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഈ കാണുന്ന ബോട്ടിലുള്ള എണ്ണയാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന വീഡിയോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നേരത്തെ ആ ഒരു ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിന്ന് ഒട്ടിച്ച ആ ഒരു സ്റ്റിക്കർ ഉള്ള ബോട്ടിൽ ഉണ്ടല്ലോ, അത് നമ്മൾ സെയിലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യപ്രകാരം വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അത് ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ക്യാരറ്റ് മാത്രമല്ല വേറെ 2-3 കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 100 ml ആയിട്ടും 200 ml ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം, അതിനകത്തേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണ എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മിക്സി ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 100 ഗ്രാം എണ്ണയ്ക്കുള്ള ഒരു അളവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഗ്രാം ആണ്, ml അല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള വെയിറ്റിംഗ് സ്കെയില് ഗ്രാം കണക്കാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 50 ഗ്രാമോളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് പശുവിൻ പാലാണ്. പശുവിൻ പാൽ ഇല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് പാൽ ഉപയോഗിക്കാം. പക്ഷെ പശുവിൻ പാലാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. അത് ഞാനിവിടെ 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ആയിട്ട് തന്നെയാണ് ആ ഒരു ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ ഇതിനകത്തേക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 100 ഗ്രാം എണ്ണയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 50 ഗ്രാം ഞാനിവിടെ കോക്കനട്ട് ഓയിലും 50 ഗ്രാം നല്ലെണ്ണയാണ് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു അളവിലാണ് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്തിട്ട് ഇതങ്ങ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരികയാണ്. നമ്മളിതല്ലാതെ നമ്മൾ പാത്രത്തിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു കൂട്ട് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. എല്ലാം കൂടി അങ്ങ് ഒന്നിച്ചങ്ങ് ഇട്ട് നമ്മൾ നല്ല പേസ്റ്റ് ആക്കി കൊണ്ടുവരികയാണ് കേട്ടോ. എന്നതിന് ശേഷമാണ് നമ്മളിതങ്ങ് കാച്ചിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ക്യാരറ്റും പാലും വെളിച്ചെണ്ണയും നല്ലെണ്ണയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇരുമ്പിൻ്റെ കടായിനെയും നിങ്ങൾക്ക് അതിനകത്തേക്ക് വെക്കാം. അതല്ലാതെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ചിട്ട് നമുക്കിതങ്ങ് കാച്ചിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ആവും. നമുക്ക് ടൈം എടുക്കും ഇതിൻ്റെ ആ ഒരു പാകമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാടിട്ട് മുറുക്കി കുറുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു 20 ഗ്രാമോളം എണ്ണ വറ്റും കേട്ടോ. നമ്മൾ 100 ml ഇട്ടിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 80 ഗ്രാമായിട്ട് ഈ എണ്ണ കിട്ടത്തുള്ളൂ. ബാക്കി 20 ഗ്രാമോളം കുറയും നമുക്ക് കേട്ടോ എണ്ണ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ എണ്ണ നന്നായിട്ട് കാച്ചി കൊണ്ടുവരുന്നുണ്ട്. കാച്ചി ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു മെഴുക് പദത്തിലാവുന്ന സമയത്ത്, അതായത് നമ്മൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് കൈ പൊള്ളാതെ വേണം ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണിക്കുന്ന ഈ ക്യാരറ്റിൻ്റെ ഈ ഒരു ആ ഒരു പിശർ എടുത്തിട്ട് നമുക്ക് കയ്യിലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുണ്ട് പോകും കേട്ടോ. അതാണ് മെഴുക് പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിങ്ങനെ ഉരുളുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം. നമ്മുടെ എണ്ണ ആയിട്ടുണ്ട് എന്നാണ് ഇതിനെ ആ ഒരു ഇത് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 20-25 മിനിറ്റോളം സമയം പിടിക്കും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് നോക്കുക. ആരും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്ത് വന്നതിന് ശേഷം ഇതങ്ങ് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അത് നമുക്കൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഓയിൽ കേട്ടോ. ക്യാരറ്റും മിൽക്കും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഓയിൽ. ഇത് ഫിൽറ്റർ ചെയ്തിട്ട് ബാക്കി വരുന്ന ആ ഒരു പിശട് ആരും തന്നെ കളയരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ആരും തന്നെ കളയരുത്, നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ മിൽക്കും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഓയിൽ, നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ. അപ്പോൾ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വൈറ്റൻ ചെയ്യുക മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളും ചുളികളും എല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാക്കി വെച്ച് തരും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ ബോഡിയിലേക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫേസിലേക്കും യൂസ് ആക്കാം. പക്ഷേ പിമ്പിൾസ് ഉള്ളവർ, ആക്നി പ്രോൺ സ്കിൻ, ഇവരൊന്നും യൂസ് ആക്കരുത് കേട്ടോ. ഫേസിലേക്ക് യൂസ് ആക്കരുത്, ബോഡിയിലേക്ക് യൂസ് ആക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് വേണം നിങ്ങളത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിച്ചിട്ട് മാക്സിമം 1 മണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിൽ പിടിക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് കടലപ്പൊടി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ സാധാരണ എങ്ങനെയാണോ കുളിച്ച് വരുന്നത് ആ രീതിക്ക് നമുക്ക് കുളിച്ച് വരാവുന്നതാണ്. പക്ഷേ മാക്സിമം 1 മണിക്കൂറെങ്കിലും നമ്മുടെ ബോഡിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ 100 ml ബോട്ടിലും അതുപോലെ തന്നെ 200 ml ബോട്ടിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് മഞ്ഞളോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മാത്രമല്ല നമുക്കിത് കുട്ടികളിലും ഇത് ഉപയോഗിച്ച് തേച്ച് കുളിപ്പിച്ച് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മാത്രം പോരെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.